നമ്മൾക്ക് ആരെയും വേദനിപ്പിക്കാതിരിക്കാൻ പറ്റും. എങ്ങനെയാണ്? നമ്മൾ ഒരാളോടൊരു കാര്യം പറയുമ്പോൾ മറ്റൊരാൾ അതേ കാര്യം നമ്മളോട് പറയുമ്പോൾ നമ്മൾ വേദനിക്കുമോ എന്നൊന്ന് ചിന്തിച്ചാൽ മതി. നമുക്ക് അവരോട് ആ കാര്യം തമാശ രൂപത്തിലാണെങ്കിൽ പോലും പറയാതിരിക്കാൻ ശ്രമിക്കാം. അത് നമ്മുടെ നിയന്ത്രണത്തിലാണ്. പക്ഷേ നമ്മളെ ഒരാൾ വേദനിപ്പിച്ചാൽ നമുക്ക് വേദനിക്കാതിരിക്കാൻ പറ്റുമോ? നമ്മുടെ മനസ്സ് എവിടെങ്കിലും ഒന്ന് പോറുമോ? പറ്റും. അതാണ് ജ്ഞാനത്തിന്റെ ശക്തി. ഞാൻ ജയശ്രീ ശ്യാംലാൽ, അധ്യാപികയും ഒരു എഴുത്തുകാരിയുമാണ്. നമ്മൾ വിഘ്നങ്ങൾ മാറ്റാൻ വിഘ്നേശ്വരനെ തേങ്ങ ഉടയ്ക്കുന്ന ഒരു സമ്പ്രദായമുണ്ട് അല്ലേ? സത്യത്തിൽ വിഘ്നങ്ങൾ അകറ്റാൻ വിഘ്നേശ്വരന്, ഗണപതിക്ക് തേങ്ങ ഉടയ്ക്കുന്നതിന്റെ പിന്നാമ്പുറത്തെ കാര്യം, തേങ്ങ എന്ന് പറഞ്ഞാൽ നമ്മുടെ അഹന്തയാണ്, അഹങ്കാരമാണ്, ഞാൻ എന്ന ഭാവമാണ്. അതിനെ തച്ചുടയ്ക്കുക, എന്നിട്ട് ഏത് സംരംഭത്തിന് പോയാലും അവിടെ വിജയം തന്നെ ആയിരിക്കും വിധി എന്നാണ് അതിന്റെ പിന്നിലെ ഐതിഹ്യം. നമുക്ക് ഈ ജ്ഞാനത്തെക്കുറിച്ച്, ജ്ഞാനം പരന്നു കിടക്കുകയാണ്. അതിനെ ഭഗവത്ഗീതയിൽ ഓരോ 18 അധ്യായങ്ങളിലായിട്ടാണ് ജ്ഞാനം പറഞ്ഞിരിക്കുന്നത്. അതിനെ ക്രോഡീകരിച്ചുകൊണ്ട് ഒരു എളുപ്പ വഴിയിൽ ഗണപതിയെ തന്നെ ഉദാഹരണമാക്കിക്കൊണ്ട് ഞാൻ പറയാൻ ശ്രമിക്കാം. ഗണപതിയുടെ ചിത്രമൊന്ന് നോക്കിയേ. വിശാലമായ നെറ്റിത്തടമാണ്. അത് ബുദ്ധിയാണ് സൂചിപ്പിക്കുന്നത്. മനസ്സും ബുദ്ധിയും രണ്ടാണ്. മനസ്സെന്ന് പറഞ്ഞാൽ ഒരു കുരങ്ങിനെ പോലെയാണ്. ഒരു കൊമ്പിൽ നിന്ന് അടുത്ത കൊമ്പിലോട്ട് ചാടിക്കൊണ്ടിരിക്കും, നമ്മുടെ നിയന്ത്രണത്തിലല്ല. പക്ഷെ മനസ്സിനെ നിയന്ത്രിക്കുന്നത് ബുദ്ധിയാണ്. എന്നിരുന്നാൽ ഈ മായ വിഷയങ്ങൾ, അതായത് കാമം, ക്രോധം, മോഹം, ലോഭം തുടങ്ങിയ വിഷയങ്ങൾ കൊണ്ട് മനസ്സിനെ കീഴടക്കിയിരിക്കുമ്പോൾ മനസ്സായിരിക്കും ഭരിക്കുന്നത്. ജ്ഞാനത്തിലൂടെ ബുദ്ധി ശോഭിപ്പിച്ചെടുത്താൽ പിന്നെ ബുദ്ധിയായിരിക്കും മനസ്സിനെ ഭരിക്കുന്നത്. അങ്ങനെ ആയിരിക്കണം നമ്മൾ എന്നതിൻ്റെ ഒരടയാളമാണ് വിശാലമായ കൂർമ്മ ബുദ്ധിയുള്ള ഗണപതിയുടെ നെറ്റിത്തടം. പിന്നെ കണ്ണുകൾ. എത്ര വിടർന്ന കണ്ണുകളാണെങ്കിൽ കൂടി നമ്മൾ ഒരു കാര്യം ശ്രദ്ധയോടെ ചെയ്യുമ്പോൾ, ജാഗ്രതയോടെ ചെയ്യുമ്പോൾ നമ്മൾ കണ്ണ് അറിയാതെ തന്നെ ചെറുതാക്കും ഇല്ലേ? ഗണപതിയുടെ കണ്ണുകൾ ചെറിയ കണ്ണുകളാണ്. അതിന്റെ പിന്നാമ്പുറത്ത് ഐതിഹ്യം എന്ന് പറഞ്ഞാൽ ഏത് കാര്യം പറയുമ്പോഴും ചിന്തിക്കുമ്പോഴും പ്രവർത്തിക്കുമ്പോഴും ജാഗ്രതയോടെ ചിന്തിക്കുക, പറയുക, പ്രവർത്തിക്കുക. അതാണ് ചെറിയ കണ്ണുകളുടെ ഉദ്ദേശം. അദ്ദേഹത്തിന്റെ ചെവി എന്ന് പറഞ്ഞാൽ മുറം പോലെ വലിയ ചെവികളാണ്. നമ്മൾ എപ്പോഴും നല്ല ഒരു കേൾവിക്കാരനായിരിക്കണം. പക്ഷേ മുറം പോലെ ആവശ്യമുള്ളത് മാത്രം എടുക്കുക, ആവശ്യമില്ലാത്തത് പാറ്റിക്കളയുക. അതാണ് വലിയ മുറം പോലെയുള്ള ചെവിയുടെ പിന്നാമ്പുറം. ഗണപതിയുടെ തുമ്പിക്കൈ. തുമ്പിക്കൈ 2 കാര്യങ്ങൾ ചെയ്യാമില്ലേ? തലോടാനും പറ്റും, വലിച്ചെറിയാനും പറ്റും. നീതിപൂർവമായ ചിന്തകളും കാര്യങ്ങളും പ്രവർത്തിക്കുമ്പോൾ നമ്മൾ അതിനെ തലോടി സ്വീകരിക്കണം. നീതിക്കെതിരായിട്ടുള്ള ചിന്ത വന്നാൽ പോലും അതിനെ വലിച്ചെറിയണം. അതാണ് തുമ്പിക്കൈയുടെ ഉദ്ദേശം. പിന്നെ ഏകദന്തമാണ്, ഒറ്റ കൊമ്പാണ് ഗണപതിക്കുള്ളത്. അതിന്റെ അർത്ഥം ഏകതയാണ്. ലിംഗഭേദമില്ലാതെ, പണക്കാരനെന്നോ പാവപ്പെട്ടവനെന്നോ ഉള്ള വ്യത്യാസമില്ലാതെ എല്ലാ മനുഷ്യരെയും ഒരുപോലെ കാണാനുള്ള ആ ഒരു ശക്തിയാണ്, ഏകതയാണ് ഒറ്റക്കൊമ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു ലോകം, ഒരു ജനത. എത്ര മഹത്തായ ആശയമില്ലേ? ഭഗവത്ഗീതയിൽ ഇടയ്ക്കിടയ്ക്ക് പറയുന്നതാണ്, ഞാനൊരാത്മാവാണ്, ചുറ്റുമുള്ള എല്ലാവരെയും ആത്മാക്കളായിട്ട് മാത്രം കാണുക. അതിന്റെ ഒരടയാളമാണിത്. ഗണപതിക്ക് 4 കൈകളാണുള്ളത്. ഒരു കൈയിൽ മഴുവാണ്. മഴുവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മര്യാദയില്ലാത്ത കാര്യങ്ങളെയെല്ലാം, ധർമ്മത്തിനെതിരായിട്ടുള്ള എല്ലാത്തിനെയും ഛേദിച്ച് കളയാനാണ് മഴു. അടുത്ത കയ്യിൽ കയറാണ്. കയറെന്ന് പറഞ്ഞാൽ ഇതേ മര്യാദകളെ കെട്ടിയിടാനുള്ളതാണ് കയർ. എപ്പോഴൊക്കെ നമ്മൾ അപ്രിയമായ കാര്യങ്ങൾ പറയുന്നോ പാടില്ല. അങ്ങനെ നമ്മുടെ എല്ലാ മര്യാദകളെയും കെട്ടിയിടുന്നതാണ് കയർ. പിന്നെ ഒരു കൈ എപ്പോഴും അനുഗ്രഹിക്കുന്ന പോസ്റ്റിലാണ് ഇല്ലേ? അതെന്ന് പറഞ്ഞാൽ ഗണപതി അനുഗ്രഹിക്കുന്നു എന്നല്ല അതിൻ്റെ അർത്ഥം. എല്ലാം നമ്മൾ കൊടുക്കുക, അങ്ങോട്ട് കൊടുത്തുകൊണ്ടേയിരിക്കുക. സ്നേഹമായാലും ബഹുമാനമായാലും ചുറ്റുവട്ടത്തുള്ളവർക്ക് എന്താണ് ആവശ്യം അത് അറിഞ്ഞ് കണ്ട് പ്രവർത്തിച്ച് അങ്ങോട്ട് കൊടുക്കുക. നമ്മളുടെയൊക്കെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? ഇങ്ങോട്ട് കിട്ടണം ഇല്ലേ? എനിക്ക് പേര് കിട്ടണം, എനിക്ക് പ്രശസ്തി കിട്ടണം, എനിക്ക് ബഹുമതി കിട്ടണം, എല്ലാം ഇങ്ങോട്ട് കിട്ടണം. നമ്മൾ അങ്ങോട്ട് കൊടുത്താലേ നമുക്ക് ഇങ്ങോട്ടും കിട്ടുകയുള്ളൂ എന്ന ഒരു തിരിച്ചറിവും നമ്മൾക്കുണ്ടായിരിക്കണം.
അതാണ് അനുഗ്രഹിക്കുന്ന കൈപ്പത്തിയുടെ അർത്ഥം. പിന്നെ ഒരു കൈയിൽ മോദകമാണ്. മോദകം എന്ന് പറഞ്ഞാൽ ഗണപതിയുടെ ഇഷ്ട ആഹാരം മോദകം എന്നല്ല അർത്ഥം. ഏതെങ്കിലും പടത്തിൽ ഗണപതി മോദകം കഴിക്കുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ടോ? ഇല്ല. മോദകം എന്ന് പറഞ്ഞാൽ നമ്മൾ ആർജിച്ചെടുത്ത ആത്മീയ ശക്തിയാണ്, സ്പിരിച്വൽ പവർ. അതിനെ കൈവെള്ളയിൽ തന്നെ കൊണ്ടു നടക്കണം. ഒരു നിമിഷം മതി ഏതെങ്കിലും വിഷയങ്ങൾ, കാമമോ കോപമോ ക്രോധമോ എന്തോ ആയിക്കോട്ടെ, അതിന്റെ പിടിയിൽ നമ്മുടെ മനസ്സൊന്ന് വഴുതി വീഴാൻ പാടില്ല. നമ്മുടെ ആ സ്പിരിച്വൽ പവറിനെ, ആത്മീയ ശക്തിയെ കൈവെള്ളയിൽ തന്നെ കൊണ്ട് നടക്കുന്നതിന്റെ പ്രതീകമാണ് അത്. നമ്മൾ ചിലപ്പോൾ പറയത്തില്ലേ, ഞാൻ എൻ്റെ മകളെ അല്ലെങ്കിൽ മകനെ കൈവെള്ളയിൽ വെച്ചാണ് വളർത്തിയതെന്ന്, അല്ലെങ്കിൽ അദ്ദേഹത്തിനെ ഞാൻ കൈവെള്ളയിൽ വെച്ചാണ് കൊണ്ട് നടന്നതെന്ന്. എന്ന് പറഞ്ഞാൽ എപ്പോഴും കൈവെള്ളയിൽ വെച്ചുകൊണ്ട് നടക്കുന്നു എന്നാണ് അർത്ഥം. അല്ല, നമ്മൾ അത്രമേൽ കരുതലോടെ, ജാഗ്രതയോടെ, സ്നേഹത്തോടെ വളർത്തുന്നു അല്ലെങ്കിൽ കൊണ്ടു നടക്കുന്നു എന്നാണ് അതിന്റെ അർത്ഥം. പിന്നെ ഗണപതിയുടെ കൊടവയർ, ഉണ്ണിക്കൊടവയർ ഇല്ലേ? സാധാരണ ദേവിയും ദേവനെ എല്ലാം നമുക്ക് വളരെ നല്ല ശരീര വടിവോടുകൂടിയും സൗന്ദര്യത്തോടു കൂടിയുമാണല്ലോ കാണുന്നത്. പക്ഷെ ഗണപതിക്ക് മാത്രം ഒരു ഉണ്ണിക്കൊടവയറുണ്ട്. അതിന്റെ അർത്ഥം എന്താണെന്നറിയാമോ? ഓരോരുത്തരെയും, നമുക്ക് ചുറ്റുമുള്ള എല്ലാവരെയും അവരായിട്ട് അംഗീകരിക്കുക, അക്സെപ്റ്റ് ചെയ്യുക. അതാണ് ഉണ്ണിക്കൊടവയറിന്റെ അർത്ഥം. ഓരോരുത്തർക്കും അവരവരുടെ ശരികളിൽ ജീവിക്കുന്ന ആത്മാക്കളാണ്. അത് സ്വന്തം മക്കളാണെങ്കിലോ ആരാണെങ്കിൽ കൂടിയും അവർക്ക് അവരെ അവരായിട്ട് അംഗീകരിച്ച് സ്വീകരിക്കുക. അപ്പോൾ നമുക്കുണ്ടാകുന്ന ജീവിതത്തിന്റെ എത്രയോ പ്രശ്നങ്ങൾ ഒഴിവാക്കപ്പെടും. അതാണ് ഗണപതിയുടെ ഉണ്ണിക്കൊടവയറിന്റെ പ്രതീകം. പിന്നെ ഗണപതിയുടെ കാല് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഒരു കാല് ഭൂമിയിലും ഒരു കാല് മടിയിലുമാണ് ഇരിക്കുന്നത്. നമ്മൾ ഭൂമിയിൽ തന്നെ ജീവിക്കണം. നമുക്ക് ചുറ്റുമുള്ള നമുക്ക് വേണ്ടപ്പെട്ടവരെ സ്നേഹിക്കുക, അവർക്ക് വേണ്ടുന്ന കർമ്മങ്ങൾ ചെയ്യുക. പക്ഷെ ആ കർമ്മങ്ങളിലൊന്നും നമുക്ക് ബന്ധനമുണ്ടാകാൻ പാടില്ല. ഡിറ്റാച്ച് ചെയ്യണം. അതാണ് ഒരു കാല് ഭൂമിയിലും മറ്റേ കാല് ഭൂമിയിലല്ലാതെയും ഇരിക്കുന്നതിന്റെ പ്രതീകം. പിന്നെ ഗണപതിയുടെ വാഹനം എന്താണ്? എലി. എന്ന് പറഞ്ഞാൽ ഗണപതി എല്ലായിടവും എലിപ്പുറത്ത് കയറി പോകുമെന്നാണോ അർത്ഥം? അല്ല. എലി എന്ന് പറഞ്ഞാൽ, എലി സാധാരണ എവിടാണ് കാണുന്നത്? വേസ്റ്റിന്റെ കൂമ്പാരങ്ങൾക്കിടയിലാണ് നമുക്ക് എലിയെ കാണാൻ സാധിക്കുന്നത്, ഇല്ലേ? തിന്മ ഗുണങ്ങളും തിന്മയും അശുദ്ധവും അശുഭവുമായിട്ടുള്ള എല്ലാത്തിൻ്റെയും ഇടയിലാണ് എലിയുള്ളത്. എലി എങ്ങനെയാണ് നമ്മളെ വീട്ടിനുള്ളിൽ കടന്നു കയറുന്നതെന്ന് നമ്മൾ ആരും കാണില്ലല്ലേ? കടന്നു കയറി കഴിഞ്ഞാൽ അതിന് ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതും എല്ലാം കാർന്നു തിന്നും. അരിയോ ധാന്യങ്ങൾ മാത്രമല്ല അത് നോക്കുന്നത്, ഒരു പ്ലാസ്റ്റിക്കിന്റെ ബക്കറ്റ് ഇരുന്നാൽ പോലും അത് കാർന്നു തിന്നും, ഇല്ലേ? അത് കണക്കാണ് തിന്മ ഗുണങ്ങളും മിത്രങ്ങളും. അവർ എങ്ങനെയാണ്, ഏത് വഴിയാണ് നമ്മുടെ മനസ്സിൽ കയറുന്നതെന്ന് നമ്മൾ അറിയില്ല. ഒരു ദുശീലമുണ്ടെങ്കിൽ പോലും തുടക്കത്തിൽ നമ്മൾ അതിനെ തിരിച്ചറിയില്ല. അത് വളർന്ന് 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 നമ്മളെ തന്നെ ഇല്ലാതാക്കുമ്പോൾ മാത്രമേ നമ്മൾ ആ ദുശീലത്തെക്കുറിച്ച് ബോധവാന്മാരാകുകയുള്ളൂ. ആ ദുശീലങ്ങളെ, ആ തിന്മ ഗുണങ്ങളെ കീഴടക്കുന്നതിന്റെ പ്രതീകമാണ് ഗണപതിയുടെ വാഹനം എലി. ഏതാണ്ട് ജ്ഞാനം ഭഗവത്ഗീതയിൽ ഞാൻ പറഞ്ഞല്ലോ പരന്നു കിടക്കുന്ന ഒരു അധ്യായമാണ്. എങ്കിലും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഈ ഗണപതിയുടെ ചിത്രം ഓർത്താൽ തന്നെ നമുക്കും ഓർത്തെടുക്കാം. നമ്മൾ ഓരോ നിമിഷം ജീവിക്കുമ്പോഴും സംസാരിക്കുമ്പോഴും എല്ലാം ഈ പ്രധാന തത്വങ്ങൾ എങ്ങനെ ജാഗ്രതയോടെ ചിന്തിച്ച്, ബുദ്ധി വേണം മനസ്സിനെ കീഴടക്കേണ്ടുന്നത്. നമ്മൾ ബുദ്ധി ഉപയോഗിച്ച് ജീവിക്കണം. ഏത് കാര്യവും ജാഗ്രതയോടെ ചെയ്യണം. ഗണപതിയുടെ വായ് ചെറുതാണ്. വായ് ചെറുതെന്ന് പറഞ്ഞാൽ കുറച്ച് സംസാരിക്കുക എന്നാണ് അതിന്റെ അർത്ഥം. ആവശ്യമുള്ളപ്പോൾ, ആവശ്യമില്ലാത്തടത്ത് നമ്മൾ മൗനം പാലിക്കുക. അങ്ങനെ കുറച്ച് സംസാരിച്ച് ഓരോരുത്തരെയും അവരവരായിട്ട് അംഗീകരിച്ച് കേൾക്കേണ്ടതെല്ലാം കേട്ട് ആവശ്യമുള്ളത് മാത്രം എടുത്ത് എല്ലാ കർമ്മങ്ങളും ചെയ്ത്, എന്നാൽ ഒരു കർമ്മവുമായി ബന്ധനമില്ലാതെ ജീവിക്കുക. അതാണ് ജ്ഞാനം പറയുന്നത്. ഇത്രയും നേരം എന്നെ കണ്ടുകൊണ്ടിരുന്ന കണ്ണുകൾക്കും കേട്ടുകൊണ്ടിരുന്ന കാതുകൾക്കും നന്ദി, സ്നേഹം.